നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1612 ദിവസമാണ്. ഇന്നത്തെ മലയാളം പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് IFPHലെ തന്നെ അംഗമായിട്ടുള്ള ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവയാണ്. ഇന്നത്തെ ക്ലാസിന്റെ വിഷയം ഹൃദയ ചികിത്സയും ഹോമിയോപ്പതിയും എന്നുള്ളതാണ്. ഡോക്ടർ അതൊരു ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ആ ക്ലാസ് തുടർന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഡോക്ടറുടെ ഭാഗത്ത് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറെ ക്ലാസ് കേൾക്കാം. സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണാം. കേൾക്കാവോ? കേൾക്കാം. അല്ല, പാട്ട് വല്ലതും ഉണ്ടാന്നാണ് ഞാൻ നോക്കിയത്. പാട്ടൊക്കെ ചിലപ്പോ വന്നെന്ന് വരും. ഒരു മുറിവേറ്റ ഹൃദയം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇതാണ്. നമ്മൾ കാണുന്ന ലോകത്തിന്റെ നാനാഭാഗത്തും മുറിവേറ്റ ഹൃദയങ്ങളാണ്. അടുത്ത ദിവസം കേൾക്കാം. മുറിവേറ്റ ഹൃദയത്തിന് 4 വശം പൂക്കളാണല്ലോ ഇരിക്കുന്നത്. അതൊരു മുറിവാണ്. മുറിവിനകത്ത് ഒരു സന്തോഷമുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി, പത്രങ്ങളിൽ കാണുകയുണ്ടായി. ഞങ്ങളുടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു സ്ത്രീയെ ഇങ്ങനെ കഴുത്തറുത്ത്, ഒരു പൂജാരിയുടെ ഭാര്യയെ കഴുത്തറുത്ത ഒരു സംഭവം പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. ഭർത്താവുണ്ട്, വേറൊരു പുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാമുകൻ അവന്റെ കഴുത്തിന് കത്തി കൊണ്ട് കുത്തി കീറി കൊന്നു. വളരെ പകൽ സമയം നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മൾ ദിവസവും പത്രം എടുത്ത് കാണുന്നത്. അതെന്താണ്? ലോകത്തിന് ഇന്ന് എന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഏറ്റവും ദുഷ്ടത മനുഷ്യന്റെ ഉള്ളില് തന്നെയാണ്. ഞാൻ ബൈബിളിലെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ജീസസിന്റെ 2 ശിഷ്യന്മാരുടെ അമ്മ, വളരെ അടുത്ത ശിഷ്യന്മാരുടെ അമ്മയാണ്. എന്നിട്ട് പറയുകയുണ്ടായി, അങ്ങ് രാജ്യത്വം പ്രാപിക്കുന്ന സമയത്ത്, അങ്ങ് രാജാവാകുന്ന സമയത്ത് എൻ്റെ ഒരു മകന് 2 മക്കളുണ്ട്. എൻ്റെ ഒരു മോനെ എവിടെ ഇരുത്തണം? ഇടതുവശത്തും ഒരു മോനെ വലതുവശത്തും ഇരുത്തണം. അപ്പോഴൊരു ആവശ്യമാണ്, അങ്ങ് അധികാരത്തിൽ കയറുമ്പോൾ 2 ഭാഗത്തായിട്ട് ഇരിക്കണം. അപ്പൊ ജീസസ് പറയാണ്, ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ പറഞ്ഞ്, അതെന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് 2 ഭാഗത്തിരിക്കണം. പറഞ്ഞ്, ഞാൻ ഭയങ്കര വേദനയിലോട്ട് കടന്നു പോകാൻ പോകുന്നു, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ്, ഞങ്ങളും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ സാധാരണ നിലയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജീസസ് പറയാണ്, നിങ്ങൾ ചെയ്യും, സത്യം നിങ്ങൾ ചെയ്യും, നിങ്ങൾ അത് അനുഭവിക്കും, നിങ്ങൾ ആ വേദനകൾ അനുഭവിക്കും. പക്ഷേ എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കേണ്ടത് ആരെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പൊ ഇത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ന്യായമായിട്ടൊരു ചിന്ത ഉണ്ടാവും. ചേടാ, അവര് ഉള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കാമെന്ന് പറഞ്ഞു, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇടതുവശത്തും വലതുവശത്തും ഇരുത്തേണ്ടതല്ലേ അവരുടെ ഒരു ആവശ്യം. അപ്പൊ ഈ നിമിഷങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീസസിന്റെ മനസ്സിലുള്ളത് അവരെ ഇടതുവശത്ത് വലതുവശത്ത് ഇരുത്തുകയല്ല, തൻ്റെ ഹൃദയത്തിനകത്ത് ഇരുത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന്റെ ഹൃദയത്തിനകത്ത് വസിക്കേണ്ടവരാണ്. അത് പലപ്പോഴും മാറിപ്പോകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോകും.
പക്ഷെ ഇതിലാണ് നമ്മുടെ ഏകദേശം നമ്മുടെ എല്ലാ ലക്ഷ്യവും വന്ന് നിൽക്കേണ്ടത്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മൾ എങ്ങനെ സ്ഥാനം പിടിച്ചു പറ്റാം എന്നാണ്. ഒരു ഭക്തന്റെ ഹൃദയം, അത് ഈശ്വരൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ പെടുന്നത്. ഇനി ഒരു വചനഭാഗം കേൾക്കാം. ആദ്യം അവനെ കൃഷ്ണമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം മുളയ്ക്കുന്നതുവരെ അവളെ തൻ്റെ ശിക്ഷണത്തിലാൽ അവനെ പീഡിപ്പിക്കും. തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 4:17. നമ്മൾ ആദ്യം പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് എനിക്കറിയാം, ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ചേച്ചിയുടെ ആശുപത്രിയിൽ ഇരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗി വന്ന്, ചേച്ചി വല്ലയിടത്തും പോകുമ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്, സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഏതെങ്കിലും രോഗികൾ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന എന്താണ്, അവർ ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വേർത്ത് തുടങ്ങും, ശരീരം മൊത്തം. കാരണം എന്താണ് ചെയ്യാൻ പോകുന്നതൊന്നും ഒരു പിടിയില്ല. കാരണം അവർ ഇങ്ങനെ രോഗങ്ങളൊക്കെ പറയും. അവസാനം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് കൊടുത്തു തീർന്ന് അവരെങ്ങനെ പറഞ്ഞു വിട്ടു, ഓ സ്വസ്ഥമായി അവർ പോയി തിരിച്ചു വരും. ഒരു ദിവസമായപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആശുപത്രിയിൽ ഇതുപോലെ ഞാൻ ഇരിക്കുകയാണ്. അച്ഛൻ്റെ ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ 5-6 പേഷ്യൻ്റ് വന്നു. ഞാൻ എല്ലാവർക്കും മരുന്ന് കൊടുത്തു. വൈകുന്നേരം ഞാൻ പോയിരുന്നപ്പോൾ നോക്കിയപ്പോൾ കാണാം, ഈ രാവിലെ കൊടുത്ത മരുന്നും കൊണ്ട് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ആശുപത്രിയിൽ. ഇത് കഴിക്കാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ആൾക്കാരുടെ വിശ്വാസം അതാണ്. നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ വിശ്വാസം ആർജിക്കുമ്പോഴാണ് നമുക്ക് പേഷ്യൻറ്റിനെ ചികിത്സിക്കാനായിട്ട് പറ്റുന്നത്. വിശ്വാസമില്ലാതെ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ചികിത്സിച്ചാൽ ശരിയാവത്തുമില്ല. അപ്പോൾ നമ്മൾ ഹൃദയത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ഞാൻ ഈ പറഞ്ഞു വന്നത്, ആദ്യം നമ്മളെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അതാരാണ്? ജ്ഞാനം. നമ്മളെ ഒരു ജ്ഞാനത്തിലേക്ക് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ആദ്യം നമ്മളെ ഭയങ്കരമായിട്ട് വരട്ടും, വല്ലാതെ വരട്ടും. അയ്യോ അപ്പനായിട്ട് കൊടുക്കാവോ, 1 ഡോസ് കൊടുക്കാവോ, 5 ഡോസ് കൊടുക്കാവോ, അയ്യോ അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയക്കും. അങ്ങനെ നമ്മളൊരു ഭയവും ഭീരത്വവും ഒക്കെ വന്നു വരുന്നതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും നമുക്ക് വിശ്വാസം സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പോഴാണ് ജ്ഞാനം നമ്മളെ നയിക്കും. ജ്ഞാനം നമ്മളെ നയിച്ച് നമ്മളെ ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകും. അപ്പൊ അത് വരെ ജ്ഞാനം നമ്മളെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്നത്. ഇന്ദിരാഗാന്ധി, പഴയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വളരെ മിടുക്കിയായിരുന്നു, വളരെ ഓർമ്മശക്തിയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ പാർലമെന്റിൽ പോകുന്നതിന് മുമ്പ് അവർ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ പാർലമെന്റിൽ പോയിരുന്നു പറഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നാൽ ഉടനെ അവർ പറയും, ഇന്ന ദിവസത്തെ പത്രം എടുക്കുക, ഇന്ന ദിവസത്തെ പത്രം എടുക്കുക, ഇന്ന ദിവസത്തെ പത്രം എടുക്കുക. കംപ്ലീറ്റ് അവർ പെർഫോം ചെയ്യും. അപ്പൊ ഇതുപോലെ ഒരു പെർഫോമൻസ് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസിലിരിക്കുമ്പോൾ സംഭവിക്കും. അപ്പൊ നമ്മൾ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒന്ന് ഹൃദയം നോക്കാം. നമുക്ക് ഒരു നോക്കട്ടെ. Organ which is protected by the rib cage. ഇപ്പോ ഹാർട്ട് കാണിക്കുന്നുണ്ടോ? ഹാർട്ട് ഇടിക്കുന്നത് കാണിക്കും. The heart is divided into 4 chambers. The 2 upper chambers of heart are called right atrium and left കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്. atrium. And the 2 lower chambers of heart are called right ventricle and left ventricle. Inferior vena cava and superior vena cava carry deoxygenated blood to the right atrium of the heart. Blood flows from the right atrium into the right ventricle through the open tricuspid valve. When the ventricles are full, the tricuspid valve shuts. Blood leaves the right ventricle through the pulmonary valve into the pulmonary artery for oxygenation.
The pulmonary veins carry oxygenated blood to the left atrium. Blood flows from the left atrium into the left ventricle through the open mitral valve. When the ventricles are full, the mitral valve shuts. Blood leaves the left ventricle through the aortic valve into the aorta and to the body. And this is how the heart functions continuously. കണ്ടല്ലോ എല്ലാരും, ഹൃദയം കണ്ടല്ലോ. കണ്ട് കണ്ട്. ഇത്ര മനോഹരമായിട്ടാണ് ഹൃദയം, ഇത്ര രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. രക്തം പല ഭാഗത്തുനിന്ന് വരുന്നു, പല ഭാഗത്തോട്ടും പോകുന്നുണ്ട്, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും പോകുന്നുണ്ട്. നമ്മളറിയാതെ എന്തെല്ലാം നടക്കും, നമ്മളറിയാതെ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോഴ് നമ്മള് കണ്ട കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? മഞ്ഞ ലെറ്റർ. കാണാം. ഒരു സെക്കൻഡ്. അപ്പോൾ ദ ന്യൂറൽ റെഗുലേഷൻ ഓഫ് ദ ഹാർട്ട് ഈസ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയം പല രീതിയിലാണ് ഹൃദയത്തിനെ നിയന്ത്രിക്കുന്നു, പല ഭാഗത്തു നിന്നും ഹൃദയത്തെ നിയന്ത്രിക്കുന്നു. ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് കയറി ഓപ്പ് ചെയ്ത് നമ്മള് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോഴും ഹാർട്ടിന്
ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മൾ പലപ്പോഴും ഒരു സെക്കൻഡ് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഇല്ല ഡോക്ടറെ, എന്താ പ്രോബ്ലം ഉണ്ട്? ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഞാനൊന്ന് കേറിയിട്ട് ഇറങ്ങിയിട്ട് ഞാനൊന്ന് എടുക്കാം. ഒന്നുകൂടെ കേറിയാ മതി. ഒന്നിനെ ഷൈല ഡോക്ടറെ, ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഡോക്ടറെ ഞാൻ ഹോസ്റ്റ് ആക്കട്ടാ? ഓക്കെ. ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞാൽ കേൾക്കുമല്ലോ, പേടിക്കുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ സ്ക്രീൻ ഷെയർ ഇല്ല ഡോക്ടറെ, ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ ഇപ്പോ കുഴപ്പമില്ല. മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന സ്ലൈഡാണ് ഡോക്ടർ. ദ ന്യൂറൽ റെഗുലേഷൻസ് ഓഫ് ദി ഹാർട്ട് ഈസ്. ആ ശരി, ഓക്കെ. അപ്പോഴ് നമ്മൾ ഇതില് ഓരോന്ന് കയറി ഇങ്ങുമായിരുന്നു. ഡോക്ടർ സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്താൽ വരുമോ? കറക്റ്റ് ആയിരിക്കും? ഇപ്പൊ കറക്റ്റ് ആണോ? എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? മറ്റേ സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. ആ അപ്പൊ നമ്മള് ഹാർട്ടിന് പല ഭാഗത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സാധാരണ നിലയിൽ ദ ന്യൂറൽ റെഗുലേഷൻ ഓഫ് ദ ഹാർട്ട് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ANS, and various areas of the brain. The ANS controls the heart's rate and contractility through the sympathetic and parasympathetic nervous system. നമ്മളിപ്പോൾ നോക്കിത്തരുന്നത് ഹൃദയം പല വിധത്തിലാണ് ഹൃദയം വർക്ക് ചെയ്യുന്നത്. പല ഹൃദയത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പുറത്തു നിന്ന് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും മറ്റ് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ, ബ്രെയിന് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ഹോർമോണൽ കോമ്പണൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കൺട്രോള് അതിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രെയിനിൽ നിന്ന് സാധാരണ നിലയിൽ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ദ ഹാർട്ട്? The regulation of the heart and peripheral circulation by the nervous system is accomplished by control centers in the medulla that receive descending input from higher neural areas in the brain and afferent input from mechanically and chemically sensitive receptors located throughout the body. ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത് പ്രവർത്തിക്കപ്പെടുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ സാധാരണ നിലയിൽ ഹാർട്ടിന്റെ ഫംഗ്ഷന് സാധാരണ നിലയിൽ അതിന്റെ ഹൃദയം സ്പീഡ് കൂട്ടുകയോ സ്പീഡ് കുറയ്ക്കുകയോ ഇങ്ങനെയൊക്കെ ഹൃദയത്തിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഏതൊക്കെ രീതിയിലുള്ള കൺട്രോളുകളാണ് നമ്മൾ വരുന്നത്? ഹാർട്ടിന്റെ സാധാരണ നിലയിലുള്ള ബീറ്റുകളിൽ എന്തൊക്കെ കൺട്രോളുകളാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ന്യൂറൽ ആൻഡ് കെമിക്കൽ റെഗുലേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ? നമ്മുടെ ഹൃദയത്തിന്റെ പല രീതിയിൽ നമ്മൾ പറഞ്ഞു കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന്
രണ്ട് രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ നോക്കി തീർന്നാൽ കാണാൻ പറ്റുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നതായിട്ടുണ്ട്, സിമ്പത്തറ്റിക് പാരസിമ്പത്തറ്റിക് നെർവ്സ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിരുന്നാൽ കെമിക്കൽ റെഗുലേഷൻ. കെമിക്കലായിട്ടുള്ള പല കെമിക്കൽ വസ്തുക്കളും ഹൃദയത്തിന് സാധാരണ നിലയിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. അതിൽ ഹോർമോൺസ് വരാം. In mechanism known as neural regulation, sympathetic and parasympathetic nerve regulate the heartbeat through hormonal or chemical modulation. Hormones like catecholamines and acetylcholine controls the heart rate. Other factors like environmental stress and medications also control the heartbeat. പുറമേക്ക് നിന്നും അകത്തു നിന്നും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഹൃദയത്തിന്റെ സ്പീഡ് വല്ലാതെ കൂടും. നമ്മൾ ചിലപ്പോൾ ചില പേഷ്യൻസിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഹൃദയ സ്പന്ദനം വളരെ പെട്ടെന്നായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ സാധാരണ നിലയിൽ വന്ന ഒരു വ്യക്തി വേറെ അസുഖമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള രീതി, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കാണാം അയാളിനൊരു എന്തോ ഒരു ഹാർട്ടിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഹാർട്ടിന് പ്രശ്നം വന്നിരുമ്പോൾ നമ്മൾ പറയും ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ചെറിയൊരു തകരാറ്, സ്വരത്തിനൊരു വ്യത്യാസമുണ്ട്. സാധാരണ നിലയിൽ നമ്മൾ ആ വ്യക്തിയോട് അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത കാര്യമായിരിക്കും നമ്മൾ പറയാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു സൗണ്ടിന് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു തരുന്നതോടുകൂടി അവരുടെ ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടും. ഇപ്പോൾ ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു പട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹൃദയം ഭയങ്കരമായിട്ട് ഭയക്കും. ഭയം വന്നു തീരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹൃദയത്തിന്റെ വേഗത കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ആ ഹൃദയം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ ഹൃദയം കൊണ്ട് അവർ പെട്ടെന്ന് അവരുടെ ഹൃദയം സ്പന്ദനം കൂടിത്തിരുന്ന സമയത്ത് ഒരു വ്യക്തി അവരെ ആശ്വസിപ്പിക്കുകയാണ്, സാന്ത്വനിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്നത് കൺസലേഷൻ ചെയ്യുന്നു. കൺസലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൺസലേഷൻ കൊടുക്കുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് ഈ കൺസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൺസലേഷൻ അഗ്രവേറ്റ്സ്. ചില മെഡിസിൻസ് ഉണ്ട് നമുക്ക് കൺസലേഷൻ അഗ്രവേറ്റ് ചെയ്യും, അവരുടെ കംപ്ലൈൻസ് കൂടും, അവരെ ആശ്വസിപ്പിക്കും തോറും അവരുടെ കരച്ചിൽ കൂടിയുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശ്വസിപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറയാണ് അവർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ സൂക്ഷ്മതയോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ശാന്തമായിട്ട് പറയാണ്, ഇതൊക്കെ നമുക്ക് കുറച്ച് ദിവസം ഒരു 2 ആഴ്ചത്തെ മരുന്ന് കൊണ്ടൊക്കെ കുറയാവുന്ന കേസേ ഉള്ളൂ എന്ന് പറഞ്ഞു തരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ ഹൃദയസ്പന്ദനം കുറയും, ശാന്തമാവും. അപ്പോഴേ നമുക്കൊരു വിശ്വാസം, നമ്മൾ പറയുന്ന വാക്കിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. നമ്മുടെ മുഖത്തെ ഭാവം വളരെ പ്രധാനമാണ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മരുന്ന് ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേ രീതിയിൽ തന്നെ ഈ കോമ്പിനേഷൻസ് ഒക്കെ വന്നു തീരുമ്പോഴും അവർക്ക് പെട്ടെന്നായിരിക്കും റിലീഫ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ത്രൂ ഹോർമോണൽ ഓർ കെമിക്കൽ മോഡുലേഷൻ, ഹോർമോൺസ് ലൈക്ക് catecholamine and acetylcholine control the heart rate. Other factors like environmental stress and medications also control the heartbeat. അപ്പോൾ ഹാർട്ട് ബീറ്റ് നമുക്കറിയാം, പലതരത്തിലുള്ള ഹാർട്ട് ബീറ്റിൽ തന്നെ പല രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ പറയും ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുന്ന ഹാർട്ടിന്റെ, നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ പറയുന്ന 72 മുതൽ 80 വരെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പീഡ് ചിലപ്പോൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്ന സമയത്ത്, വല്ല വിഷമം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല സ്ട്രെസ് വരുന്ന സമയത്ത് അത് 140 150 ഒക്കെ ആയിട്ടൊക്കെ ഉയരാം. ഈ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം ഉണ്ട്. ഹോർമോണിന്റെ അളവ്, പല ഹോർമോണും വന്ന് അതിന് സൈലന്റ് ആക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കുറച്ചുകൂടെ അത് സ്ലോ ആക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ പറയുന്നതാണ് ബ്രാഡിക്കാർഡിയ. ദ ഹോർമോൺ, വിച്ച് ഹോർമോൺ ഈസ് അണ്ടർ ന്യൂറൽ റെഗുലേഷൻ? The center of the adrenal gland, adrenal medulla makes adrenaline. Adrenaline is an example of a hormone that is under the control of the nervous system. What is neuron regulation? Neuronal regulation is a mechanism that was recently found to maintain the homeostasis of the neuron's membrane potential. We show that the operation of neural regulation changes the distribution of synaptic efficacies, pruning the weak synapses and strengthening the rest. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നേരത്തെ നെർവ്, നമ്മുടെ ന്യൂറൽ റെഗുലേഷൻ, അതായത് നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഉത്പാദനം തന്നെ
ഹാർട്ടിന്റെ റേറ്റിന് ചിലപ്പോൾ ശാന്തമായിരിക്കും. നമുക്ക് ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് മറന്നു പോയിരിക്കുകയായിരിക്കും. പെട്ടെന്ന് പറയുന്ന സമയത്തായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള അഡ്രിനാലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മളെ പെട്ടെന്ന് നമ്മൾ ആ ജോലിയിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, നമുക്ക് നാട്രമൂർ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു മെഡിസിനാണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളൊരു മെഡിസിനാണ്. നാട്രമൂറിന് ഇതിലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോകുന്ന സമയത്ത് നാട്രമൂറിന്റെ ആ ഒരു സിംറ്റംസും അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതാണ്. ഹൗ ഡസ് എ nervous system regulate the heart? The heart rate is controlled by the two branches of the autonomic nervous system, the sympathetic nervous system and the parasympathetic system. The sympathetic nervous system releases the hormones catecholamines, epinephrine, and to accelerate the heart rate. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അടുത്ത ഇങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്. വാട്ട് ഇസ് ദ ന്യൂറൽ റെഗുലേഷൻ ഓഫ് ഹാർട്ട് ബ്ലഡ് പ്രഷർ? ന്യൂറൽ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു സംഗതിയാണ്. ദിസ് റെഗുലേഷൻ പ്രൈമർലി ഓക്കേഴ്സ് ത്രൂ ബാരോ റിസെപ്റ്റേഴ്സ് ആൻഡ് കീമോ റിസെപ്റ്റേഴ്സ് റിഫ്ലെക്സസ് ഇൻവോൾവിംഗ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെക്കാനിസം. ബാരോ റിസെപ്റ്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ കരോട്ടിഡ് സൈനസസ് ആൻഡ് അയോർട്ടിക് ആർച്ച് ഹിറ്റ് എക്സ്ചേഞ്ചസ് ഇൻ ദ ബ്ലഡ് പ്രഷർ. നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ബാരോ റിസെപ്റ്റേഴ്സും ഉണ്ട്, കീമോ റിസെപ്റ്റേഴ്സും ഉണ്ട്. ചില ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആ ഇൻസ്റ്റന്റിന് മാത്രം ഉൽപ്പാദിപ്പിക്കുകയും ആ ഇൻസ്റ്റന്റിന് മാത്രം ആ വ്യക്തിയുടെ പ്രഷർ കൂട്ടുന്നതായിട്ടുള്ള ഉണ്ട്. ചിലത് തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ BP റേസ് ചെയ്യുന്ന ചില ടൈപ്പ് BP നമ്മൾ കണ്ടില്ലേ, ചികിത്സിച്ച് വരുന്നാൽ ഒരിക്കലും കുറയത്തേ ഇല്ല, അത് കൂടുതലായിട്ട് തന്നെ നിൽക്കും. ഒരിക്കൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വരുന്നത്, അയാളുടെ BP 210 ഈ രീതിക്കായിരുന്നു. പക്ഷെ ആ മനുഷ്യന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അയാളുടെ എല്ലാ ആക്ടിവിറ്റിയും ഒരുപോലെ നടക്കുമായിരുന്നു. അദ്ദേഹം ഒരു പ്രശ്നമില്ല. ഞാൻ നോക്കുന്ന അയാളുടെ BP ഇങ്ങനെ തന്നെ റൈസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, എന്നാൽ ആ മനുഷ്യന് വേറൊരു പ്രശ്നമില്ല. അതുപോലെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ഹോർമോൺസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ BP റൈസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ചില മെഡിസിൻസ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില 2 മെഡിസിൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ BP റൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 മെഡിസിൻസ് എന്ന് പറയുന്നത് നെക്സോമിക്കയും ഹയോസിയാമസും ആണ്. ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സോമിക്കയും ഹയോസിയാമസും സാധാരണ നിലയിൽ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് തിരിച്ച് കൊണ്ടുവരും. സാധാരണ നിലയിൽ ബ്ലഡിന്റെ ഇതുപോലെ BP റേസ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റേസ് ആയിട്ട് തന്നെ ഇരിക്കുന്ന കണ്ടീഷൻസിൽ റിലാക്സേഷന് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത, ഹൗ ദ ന്യൂറൽ കൺട്രോൾ ഓഫ് ദ ഹാർട്ട് റെഗുലേറ്റ്സ് ദ കാർഡിയാക് സൈക്കിൾ. The autonomic nervous system comprises 2 antagonistic sets of nerves. The sympathetic ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത്, പിന്നെ വേറെ മറ്റു കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, വാട്ട് ഈസ് കാർഡിയാക് റെഗുലേഷൻ? ദ റെഗുലേഷൻ ഓഫ് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം occurs via myriad of stimuli, including changing of blood volume, hormones, electrolysis, osmolarity, medications, adrenal glands, kidneys, and much more. The parasympathetic and sympathetic nervous systems also play a key role in the regulating of the cardiovascular system. നമ്മൾ ആദ്യം കണ്ടു, the regulation of the cardiovascular system occurs via a myriad of stimuli, ധാരാളം സ്റ്റിമുലസ് ആണ്, ഇൻക്ലൂഡിങ് ചേഞ്ചിങ് ബ്ലഡ് വോളിയം. എങ്ങനെ ബ്ലഡ് വോളിയം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? ചേഞ്ചിങ് ബ്ലഡ് വോളിയം വരുമ്പോൾ തന്നെ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരും. അതെങ്ങനെ ഇപ്പോൾ ബ്ലഡ് വോളിയം കൂട്ടാനായിട്ട് പറ്റും? സാധാരണ നിലയിൽ ബ്ലഡ് വോളിയം കൂട്ടാനായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 6 ലിറ്റർ നമ്മുടെ ബ്ലഡ് ഉണ്ടെന്ന് വെച്ചോ, 6 ലിറ്ററിൽ നമ്മൾ ഇപ്പോൾ 1 ലിറ്റർ വെള്ളം കുടിച്ചു തീർന്നാൽ, അതായത് 4 ഗ്ലാസ് വെള്ളം കുടിച്ചു തീർന്നാൽ 6 എന്നുള്ളത് 7 ലിറ്ററായിട്ട് മാറും, ബ്ലഡിന്റെ അളവ് കൂടും.
അളവ് കൂടുന്ന സമയത്ത് ആ മറ്റേ ഇതിൽ ഉള്ള ഹോർമോൺസ് ഇപ്പോഴുണ്ടെങ്കിൽ, കെമിക്കൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡൈല്യൂട്ടഡ് ആവും, കുറച്ച് ഡൈല്യൂട്ടഡ് ആവും. സാധാരണ നിലയിൽ സാധാരണ ഇപ്പോഴും ആൾക്കാർ പൊതുവെ പല വ്യക്തികളും ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. അതായത്, അയ്യോ വെള്ളം കൂടുതൽ കുടിക്കരുത്, വെള്ളം കുടിച്ചിരുന്ന കിഡ്നിയുടെ ജോലി കൂടും. ഇത് ശരിയാണോ തെറ്റാണോ? പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട്. അതായത് പല പേഷ്യൻസും പലപ്പോഴും ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് പറഞ്ഞാല്, ഈ പല ഡോക്ടേഴ്സും പല രോഗികളോടും, അതായത് കിഡ്നി കംപ്ലൈന്റ് ഉള്ള പല രോഗികളോടും അവർ ചില മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ഇന്ന മെഡിസിൻസ് ഉപയോഗിച്ചു വന്നാൽ അവർ പറയും, ആ മെഡിസിൻസ് ഉപയോഗിച്ചു വന്നാൽ ആകെ 2 ലിറ്റർ ഇപ്പോൾ സാധാരണ കിഡ്നിയിലെ ഡയാലിസിസ് ഒക്കെ നടത്തിയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിഡ്നിക്ക് കപ്പാസിറ്റി ഇല്ല, ഒട്ടും തന്നെ കപ്പാസിറ്റി ഇല്ലാത്ത സ്ഥലത്താണല്ലോ നമ്മൾ ഡയാലിസിസ് ഒക്കെ നടത്തുന്നത്. ഡയാലിസിസ് നടത്തുന്ന സമയത്ത് അവരുടെ ഇൻപുട്ടും കുറയ്ക്കും, ഔട്ട്പുട്ടും കുറയ്ക്കും. കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും കുറയ്ക്കാൻ വേണ്ടിയായിട്ട് ആ പേഷ്യൻസിനോട് അവർ പറയാറുണ്ട്, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക ഒരു ദിവസം. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ളൂ അവരുടെ കിഡ്നിക്ക്. പക്ഷെ സാധാരണ നിലയിൽ അങ്ങനെയല്ല. സാധാരണ നിലയിൽ വെള്ളം കൂടുതൽ കുടിച്ചു തീർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്ലഡ് ഡൈല്യൂട്ട് ചെയ്തിടുമ്പോൾ ഈസി ആയിട്ട് കിഡ്നി കൂടെ കടന്നു പോകും. ബ്ലഡിന്റെ തിക്നെസ് കൂടി തീർന്നാൽ ബ്ലഡ് കടന്നു പോകാനായിട്ടുള്ള ആ കഴിവ് കിഡ്നി കൂടെ കടന്നു പോകുമ്പോൾ കിഡ്നിക്ക് തടസ്സങ്ങളുണ്ടാകും. നമുക്കിപ്പോൾ തന്നെ ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കുഴലിനകത്തൂടെ കട്ടിയുള്ള ഒരു തേൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തേന് പോകത്തില്ല. അതേസമയം നല്ല വെള്ളമാണെങ്കിൽ സുഖമായിട്ട് അത് കടന്നു പോകും ഒരു പൈപ്പിനകത്തൂടെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. രോഗികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിന് കൊടുക്കാനായിട്ട് പലപ്പോഴും ആൾക്കാർ കാണാറുണ്ട്. അത് നമ്മൾ ഒരു തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമുക്ക് The following components. ഇപ്പോഴോ ഇപ്പൊ ഒരു ഹാർട്ടിന്റെ ചിത്രം വന്നിട്ടുണ്ട്, ഓഡിയോയും ഉണ്ട്. The sinoatrial node, or SA node, located in the right atrium near the entrance of the superior vena cava. ഇത് ഫംഗ്ഷൻ This is the natural pacemaker of the heart. It initiates all heartbeat and determines heart rate. Electrical impulses from the SA node spread throughout both atria and stimulate them to contract. The atrioventricular node, or AV node, located on the other side of the right atrium near the AV valve. The AV node serves as electrical gateway to the ventricles. It delays the passage of electrical impulses to the ventricles. This delay is to ensure that the atria have ejected all the blood into the ventricles before the ventricles contract. The AV node receives signals from the SA node and passes them onto the atrioventricular bundle, AV bundle, or bundle of His. This bundle is then divided into right and left bundle branches, which conduct the impulses toward the apex of the heart. The signals are then passed onto Purkinje fibers, turning upward and spreading throughout the ventricular myocardium. Electrical activities of the heart can be recorded in the form of electrocardiogram, ECG, or EKG. An ECG is a composite recording of all the action potentials produced by the nodes and the cells of the myocardium. Each wave or segment of the ECG corresponds to a certain event of the cardiac electrical cycle. When the atria are full of blood, the SA node fires. Electrical signals spread throughout the atria and cause them to depolarize. This is represented by the P wave on the ECG. Atrial contraction, or atrial systole, starts about 100 milliseconds after the P wave begins. The PQ segment represents the time the signals travel from the SA node to the AV node. The QRS complex marks the firing of the AV node and represents ventricular depolarization. Q wave corresponds to depolarization of the interventricular septum.
R wave is produced by depolarization of the main mass of the ventricles. S wave represents the last phase of ventricular depolarization at the base of the heart. Atrial repolarization also occurs during this time, but the signal is obscured by the large QRS complex. The ST segment reflects the plateau in the myocardial action potential. This is when the ventricles contract and pump blood. The T wave represents ventricular repolarization immediately before ventricular relaxation or ventricular diastole. The cycle repeats itself with every heartbeat. കണ്ടോ? കണ്ടു. ആ, ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ഇലക്ട്രിക് ഇതുമായിട്ട് നമ്മൾ നോക്കി തീർന്നാൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹൃദയത്തിന് നമ്മൾ കണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്ന രീതി കണ്ടു. SA നോഡ്, AV നോഡൊക്കെ നമ്മൾ വർക്ക് ചെയ്താണല്ലോ. അതിൻ്റെ ഒരു റൂട്ട് കണ്ടല്ലോ. ഒരു സൈഡിൽ നിന്ന് നമ്മൾ വലതുവശത്ത് നിന്ന് ഇങ്ങനെ പോയി ഹാർട്ട് ഇടതുവശത്തോട്ട് പോകുന്നുണ്ട്. നമ്മൾ ECG നമ്മൾ ഇതാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ECG നേരത്തെ കണ്ടു. SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ബ്രാഞ്ച് എല്ലാം കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ പലപ്പോഴും ആൾക്കാർക്ക് വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ P വേവ് പലപ്പോഴും വളരെ ഷാലോ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഹാർട്ടിന്റെ ഫങ്ഷനിങ് ഫസ്റ്റ് മറ്റേ SA നോഡ് വളരെ വീക്ക് ആവുന്ന സമയത്താണ് നമ്മൾ സാധാരണ നിലയിൽ പേസ് മേക്കറൊക്കെ വെക്കേണ്ടതായിട്ടുള്ള ഒരു കേസുകൾ സാധാരണ നമ്മൾ കാണാറുണ്ട്. അതിന് നമ്മളിപ്പോൾ നോക്കി തരുന്ന പേസ് മേക്കറിന് എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കാം. പേസ് മേക്കറാണ് ആരംഭത്തിൽ SA നോഡിലാണ് ആദ്യം മിക്കവാറും പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അത് പയ്യെ സ്ലോ ആയി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹാർട്ടിന് മൊത്തത്തിലുള്ള ഫങ്ഷന് ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് അത് വ്യാപിക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ക്ഷീണം വരികയും വീക്ക്നെസ് നമ്മൾ നോക്കി തീർന്നാൽ പെട്ടെന്ന് വിയർക്കുകയും പെട്ടെന്ന് ബോധം കെട്ട് വീഴുക, തലയിറങ്ങി വീഴുക. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ ചില കുട്ടികളൊക്കെ സ്കൂളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തലയിറങ്ങി വീഴുന്നതൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഈ സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യപ്രകാശം തലയിലടി അടിക്കുമ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആ ബ്ലഡ് വെസൽസ് ഒക്കെ കയറി വികസിക്കും. തലയിലത്തെ ബ്ലഡ് വെസൽസ് എല്ലാം വികസിച്ചിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ബ്ലഡ് അവിടെ നിന്ന് ഇതിനകത്ത് ആവശ്യത്തിന് കിട്ടാതെ വരികയും അതിനനുസരിച്ചുള്ള പ്രഷർ ബ്ലഡ് കിട്ടാതെ വരികയും ചെയ്യുന്ന സമയത്താണ് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഫെയിൻറ്റ് ചെയ്തൊക്കെ പല കുട്ടികളും വീഴുന്നത്. ഇതുപോലെ ഫെയിൻറ്റിങ് സംഭവിക്കുന്നത് പലർക്കും ഫെയിൻറ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫെയിൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ നോക്കുക. ചുമ്മാ ഇരിക്കുന്ന സമയത്തായിരിക്കും നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു വീഴുക. നമ്മൾ ചോദിച്ചിരുന്നാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ല. പക്ഷെ അവർ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഹാർട്ടും നമ്മൾ പൾസും പലപ്പോഴും ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വീക്കായിട്ടുള്ള പൾസ്, വീക്കായിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഒന്നും അത്ര പ്രോമിനൻ്റ് ആയിരിക്കത്തില്ല, സ്ലോ ആയിട്ടുള്ള ഇത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഒരു ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉള്ളതിൻ്റെ ഒരു ആരംഭ ദിശയിലോട്ടാണ് നമ്മൾ കാണുന്നത്. അത് ചിലപ്പോൾ SA നോഡിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാവാം. SA നോഡിന് കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫാറ്റി ഡീജനറേഷൻ കൊണ്ടുണ്ടാവാം, കൊഴുപ്പ് കയറി അടയുന്ന നമ്മൾ പറയത്തില്ല കൊളസ്ട്രോൾ ഒക്കെ കയറുന്ന സമയത്ത്. ഈ ഇടയ്ക്ക് ഞാനൊരു ഇത് കേട്ടത്, അമേരിക്കയിൽ ഒരു സ്റ്റഡീസ് നടന്നപ്പോൾ അവര് നോക്കി ഇപ്പൊ കുഴഞ്ഞു വീണ മരണം കൂടുതലൊക്കെ ഇവർ നോക്കി എല്ലാം അതിന്റെ നമ്മുടെ ഒരു വിശദീകരണം ഉണ്ട്, അത് വേറെ കാര്യം. ഒരുപാട് പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിരുന്നത് അവർ പറയുന്നത് ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുന്നതാണ്. അതിന് ബ്ലഡ് ക്ലോട്ട്സിന് ഏറ്റവും വളരെയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔഷധം നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് 3 ആഴ്ച വെളുത്തുള്ളി കഴിച്ചു തീർന്നപ്പോൾ ഒരുപാട് ക്ലോട്ട്സിന്റെ അളവ് അതിൻ്റെ ചെക്കിങ്ങിലൊക്കെ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള ബ്ലഡിന്റെ തിക്കനിങ് കുറയ്ക്കാനും ബ്ലഡ് അത്ര കട്ടിയില്ലാത്ത ബ്ലഡാക്കി മാറ്റാനായിട്ട് വെളുത്തുള്ളിക്ക് കഴിയുന്നുണ്ട്. വെളുത്തുള്ളിയിലുള്ള കുറേ അതിനകത്തുള്ള ഫൈബ്രോലൈസിൻ ആയിട്ടുള്ള വസ്തുക്കളുണ്ട്, കൊളസ്ട്രോളിനെ തകർക്കുന്ന വസ്തുക്കളുണ്ട്, അപ്പോൾ ഫാറ്റിനെ ഡീജനറേറ്റ് ചെയ്യുന്ന വസ്തുക്കളുണ്ട്. അപ്പം അതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ക്ലോട്ട് ഫോർമേഷന് കുറയ്ക്കാനായിട്ട് വളരെയേറെ ഹെൽപ്ഫുൾ ആണ് ഇതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരുണ്ട് വെളുത്തുള്ളി പിന്നെ തീറ്റയോടെ തീറ്റയാണ്. തീറ്റ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും.
അപ്പൊ അങ്ങനെയല്ല, റീസണബിൾ ആയിട്ട് എപ്പോഴും കഴിക്കേണ്ട രീതിയിൽ കഴിച്ചു തീർന്നാൽ അത് നന്നായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, നമ്മളിപ്പോൾ കണ്ടത് റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ് ഇത്രയും കൺട്രോളിങ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട കീമോ റിസപ്റ്റേഴ്സ്, ബാരോ റിസപ്റ്റേഴ്സ്, പ്രൊപ്രൈറ്റോ റിസപ്റ്റേഴ്സ്, ഡയറക്റ്റ് ഇൻക്രീസ് മസിൽ മൂവ്മെന്റ്. ഇപ്പൊ മസിൽ മൂവ്മെന്റ് സാധാരണ നിലയിൽ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ സംഭവിക്കുന്നുണ്ടാണ്. നമ്മൾ ഓടുകയാണ്, ഇപ്പൊ ഓടുന്ന സമയത്ത് സാധാരണ നിലയിൽ ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മസിൽസ്, നമ്മുടെ ശരീരത്തിന്റെ പെരിഫറൽ മസിൽസ് അതെല്ലാം പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുകയും വികസിക്കുകയും കോൺട്രാക്ട് ചെയ്യുകയും വികസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാർട്ടിലോട്ട് തിരിച്ച് ബ്ലഡ് സ്പീഡിൽ വരുന്നു, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് തിരിച്ച് പോകുന്നു, ആ സ്പീഡ് കൂട്ടുകയാണ്. നമ്മൾ ഈ എക്സസൈസിൽ നമ്മൾ നടക്കുന്ന രോഗശാന്തി അല്ലെങ്കിൽ നമ്മളൊരു ക്യൂറേറ്റീവ് മെത്തേഡായിട്ട് എക്സസൈസിനെ പറയാനായിട്ടുള്ള കാര്യം എന്താണ്? എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഇപ്പോഴ് 70 അല്ലെ 75 പ്രാവശ്യം അടിക്കുന്ന ഹാർട്ട് ഒറ്റയടിക്ക് ഹാർട്ടിന്റെ അടിപ്പെല്ലാം കൂടെ നമ്മൾ 150 കയറ്റി വിട്ടെന്ന് വെച്ചോ. അപ്പോൾ അതിന്റെ ബ്ലഡ് ഡബിൾ ബ്ലഡ് ആണ് ആ സമയത്ത് ഹാർട്ടിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗത്തോട്ടും പോകുന്ന ബ്ലഡ് തിരിച്ചു വരണ്ടേ? നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചു പമ്പ് ചെയ്ത് തിരിച്ച് ഹാർട്ടിലോട്ട് എത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ നടത്തുന്ന പ്രോസസ്സിങ് എന്താണെന്ന് വെച്ചാൽ ഇരട്ടി ബ്ലഡ് ഒറ്റയടിക്ക് ഇരട്ടി ബ്ലഡോളം, ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളതാണ്, ഇരട്ടി ബ്ലഡ് നമ്മൾ ശരീരത്തിന്റെ പല ഭാഗത്തോട്ടും കടത്തിവിടുന്നു, ഇരട്ടി ബ്ലഡ് അവിടെ നിന്ന് തിരിച്ച് ഹാർട്ടിലോട്ട് എത്തിച്ചേരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശ്വാസകോശത്തിലൂടെയും ഈ ബ്ലഡ് കടന്നു പോവുകയാണ്, ഈ ഇരട്ടി ബ്ലഡ് കടന്നു പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ പല ശ്വാസം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം ഭയങ്കരമായിട്ട് വലിച്ചെടുത്തോണ്ടിരിക്കുന്ന ശ്വാസം പെട്ടെന്ന് ആ ബ്ലഡിലോട്ട് കയറുകയും ആ ബ്ലഡ് എല്ലാം കൂടുതൽ ഓക്സിജനേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഓക്സിജനേഷൻ നടക്കുന്ന സമയത്ത് ആ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഓക്സിജനേറ്റഡ് ബ്ലഡ്, നല്ല പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടുന്നു. നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുള്ളത്, ആദ്യത്തെ ഒരു 10 മിനിറ്റ് നേരം സ്ലോ ആയിട്ട് എക്സസൈസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പ്യൂർ അല്ല. അപ്പോൾ നമ്മൾ ഉപദേശിക്കുന്ന സമയത്ത്, ആൾക്കാർക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, 10 മിനിറ്റ് നേരം ആദ്യം ചെറുതായിട്ട് നടന്ന് ഒരു ബ്ലഡ് ഒന്ന് ചൂടാവണം. ബ്ലഡ് ചൂടായി തീരുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളെല്ലാം വികസിക്കുന്ന സമയത്ത് പിന്നെയാണ് നമ്മൾ കുറച്ച് സ്ട്രെസ് എടുത്ത് എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിയർത്തു പോവുകയും നമ്മുടെ ബ്ലഡ് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ് വരികയും ചെയ്യും. ആ ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ് വേണം ശരീരത്തിൽ കിട്ടേണ്ടത്. ചില വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുക വലിക്കുന്ന വ്യക്തി ഒരു കാരണവശാലും ശീർഷാസനം എന്ന് പറയുന്ന തലവത്തന്നെ നിൽക്കുന്ന എക്സസൈസ് ചെയ്യാനേ പാടില്ല. കാരണം ഈ ശീർഷാസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമാസനം എന്നാണ് പറയുന്നത്. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം അവിടെ അപകടം കൂടുതലായിട്ടുള്ളതാണ്. എനിക്കൊരിക്കൽ അപകടം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപകടം ഉണ്ടാകാവുന്ന ഒരു സംഗതിയാണ് ഈ ശീർഷാസനം. ബാക്കിയുള്ള എക്സസൈസിനൊന്നും അത്രയും പ്രശ്നമില്ല. അതായത് തലയ്ക്കകത്ത് ബ്ലഡ് ധാരാളം എത്തിക്കുക. ഈ സമയത്ത് ചിലർ പുകവലിക്കുന്ന ആളാണ് കയറി തലവത്തിന് നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ ഉള്ള നിക്കോട്ടിൻ മൊത്തം കയറിയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പ്യൂർ ബ്ലഡ് ആയിരിക്കാം അവന്റെ തലയ്ക്കകത്ത് പോകുന്നത്. അതുപോലെ തന്നെ കൊളസ്ട്രോള്, ബാക്കിയുള്ള കൊഴുപ്പിന്റെ അളവ് കൂടുതലായിട്ടുള്ള വ്യക്തികൾ ചെയ്തു തീർന്ന അപകടമാണ്. കൂടുതൽ കൊഴുപ്പ് കയറുന്ന തലയ്ക്കകത്ത് കൊഴുപ്പ് കയറിയുള്ള സ്ഥിതി പറയണ്ടല്ലോ. എംബോളിസം ഒക്കെ നമ്മൾ സംഭവിക്കും. എംബോളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് ബ്ലഡിലുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് ചിലപ്പോൾ ഇത് ഹാർട്ടിൽ നിന്നൊക്കെ പൊളിഞ്ഞു പോകുന്ന, ചിലപ്പോൾ ചില ഫാറ്റി കണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എയർ കണ്ടന്റ് ആയിരിക്കാം. ഇതിനൊക്കെയാണ് എംബോളിസം എന്ന് പറയുന്നത്. ഇത് പോയി എവിടെയെങ്കിലും ബ്ലഡ് വെസലിനകത്ത് പോയി തടസ്സമായിട്ടിരുന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെയാവും, അവിടെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പലപ്പോഴും പല മെഡിസിൻസും ഒക്കെ ആവശ്യമില്ലാതൊക്കെ എടുത്തിരുന്നത്. ഇന്ന് തന്നെ ഞാനൊരു സംഭവം കണ്ടായിരുന്നു. ഞാനിന്ന് രാവിലെ പള്ളിയിൽ പോയിരുന്നപ്പോൾ കാണാം, അവിടെ നോക്കിപ്പോകണം ഒരാളുടെ കാലിൽ നിന്ന് മൊത്തം ബ്ലഡ്, അവിടെ മൊത്തം ബ്ലഡ്, നിറച്ച് ബ്ലഡ്. അപ്പൊ ശരിക്കും കണ്ടിരുന്ന പേടിയായി പോകും, അത്രയേറെ ബ്ലഡ്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വന്ന് നോക്കിയപ്പോൾ കാണാം, ഇയാൾ പറയാണ് അവിടെ ഒന്ന് തട്ടിയതാണ്. തട്ടിത്തീർന്നപ്പോൾ ഇത്രയും ബ്ലഡ് വരും. ഒരു മുറിവുണ്ടായി, ചെറിയ മുറിവാണ് ഉണ്ടായി. ഉടൻ പറഞ്ഞ് എക്വസ്പ്രിൻ കഴിക്കുകയാണ്.
വർഷങ്ങളായിട്ട് എക്സോസ്പ്രിൻ കഴിച്ചു തന്നാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അത് തിന്നാക്കിക്കൊണ്ടിരിക്കും, ബ്ലഡ് തിന്നാക്കിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ക്ലോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ മൊത്തം അങ്ങ് ബ്ലഡായി. അപ്പൊ ഇതുപോലെ ചില മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്നാലും ഇങ്ങനെ ഉള്ള ക്ലോട്ട് ഫോർമേഷൻസ് മാറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഇതുപോലെയുള്ള എക്സസൈസ് ചെയ്യുമ്പോഴും ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ് വേണം എല്ലായിടത്തും കിട്ടേണ്ടത്. ഇനി അടുത്തത് നമ്മൾ സമയം ഏകദേശം ആവുന്നില്ല, സമയം 21 21. ഒരു 5 എത്ര മിനിറ്റ് കൊണ്ട് എടുക്കാം? 5 മിനിറ്റ് കൂടെ എടുക്കാം. വലിയ ചർച്ചയൊന്നും പിന്നെ സമയം കാണൂലെന്നേ ഉള്ളൂ. കൺട്രോൾ ഓഫ് കാർഡിയൽ ഫങ്ഷൻ. നമ്മൾ ഇത് ഒന്ന് നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ചിലത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു. അയോട്ടിക് ബാരോ റിസെപ്റ്റേഴ്സ് നേരെ ആ ബ്ലഡ് വെസലിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അയോട്ട അറിയാല്ല, ഹാർട്ടിന്റെ ആ പോകുന്ന അസെൻഡിങ് ആയിട്ടോ ഡിസെൻഡിങ് ആയിട്ടോ ആർട്ട് ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ ആ അയോട്ട പോകുന്നിടത്ത് പോലും ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന, അതിന്റെ വലിപ്പത്തിൽ തന്നെ വ്യത്യാസം വരുത്തുകയും കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്ന, നമ്മൾ വിചാരിക്കും ഹാർട്ടിന്റെ അകത്തോട്ട് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയല്ല. ഈ ഓരോ ബ്ലഡ് വെസൽസും, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പോലും ഇതിന്റെ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ പോലും അളവിൽ കുറവ് വരും, കൂട്ടുക, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട്. അപ്പൊ അത് നെർവസ് സിസ്റ്റം വഴി ഉണ്ടാവാം, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ ഈ കാണുന്ന, ഈ പടത്തിൽ നമ്മൾ കാണുന്ന ഇതാണ് ഡയറക്റ്റ് ആയിട്ട് നേരെ വന്ന് ഇതിൽ തന്നെ വന്ന് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈനസ് നോഡിൽ സിമ്പത്തറ്റിക് എഫറന്റ് നെർവ്സ് നേരെ വന്ന് സൈനസ് നോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു, SA നോഡിൽ. അപ്പൊ SA നോഡിൽ ഇപ്പൊ സ്പീഡ് കൂട്ടുക. SA നോഡിൽ ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പം വന്നിരുന്നാൽ പലപ്പോഴും AV നോഡായിരിക്കും പലപ്പോഴും അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കിഡ്നി വർക്ക് ചെയ്യുന്നില്ലെങ്കിലും മറ്റേ കിഡ്നി അതിന്റെ പെർസെൻറ്റേജ് ഓഫ് വർക്കിംഗ് കുറഞ്ഞു തീർന്നാൽ മറ്റേ കിഡ്നി അതിനനുസരിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു കണ്ണ് നമ്മൾ അടച്ചു നിർന്നാൽ മറ്റേ കണ്ണ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ചില ആൾക്കാരുടെ കണ്ടിട്ടില്ല, ഒരു കൈക്ക് ശക്തി കുറവ്, എന്നാൽ മറ്റേ കൈക്ക് ഭയങ്കര ശക്തിയായിരിക്കും. കാരണം ഇവൻ ഡബിൾ ജോലി ചെയ്യാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരൻ അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊന്ന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. വിശപ്പ് സാധാരണ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മളിപ്പോൾ സാധാരണ നിലയിൽ 3 നേരം കൃത്യമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി ഒരു നേരത്തെ ആഹാരം നമ്മൾ നിർത്തി തീർന്നാൽ ബോഡി എന്ത് ചെയ്യുന്നു? ബോഡി ഉടൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെ നിന്നുള്ള ആദ്യം എന്ത് ചെയ്യും? ലിവറിനകത്തുള്ള ഗ്ലൈക്കോജനൊക്കെ എടുത്ത് പ്രവർത്തനം തുടങ്ങും. പിന്നെയും അതിന് നിൽക്കില്ല, പിന്നെയും ഫാസ്റ്റിംഗ് നടത്തി തീർന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് പല ഭാഗത്തുള്ള ഫാറ്റ് എടുത്ത് അതിന് പൊളിച്ച് നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മെക്കാനിസം നടക്കും. നമ്മളിപ്പോൾ ഫാറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാറ്റ് എടുക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കും, ഗ്ലൈക്കോജൻ എടുക്കും, ഗ്ലൂക്കോസ് എടുക്കും. ഇങ്ങനെ ഓരോന്നാണ്. ഫസ്റ്റിൽ നമ്മൾ എടുക്കുന്ന ഗ്ലൂക്കോസ് എടുക്കും, പിന്നെ അത് കഴിയുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ എടുക്കും, അത് കഴിയുമ്പോൾ പിന്നെ ഫാറ്റ് എടുക്കും. ഇങ്ങനെ നമ്മുടെ ശരീരം തന്നെ പല രീതിയിലാണ് പ്രവർത്തനങ്ങളിലോട്ട് കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഒരു 18 മണിക്കൂർ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 18 മണിക്കൂർ സമയത്തിനകത്താണ് ഈ പ്രോസസ്സിങ് എല്ലാം നടക്കുന്നത്. ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനവും നമ്മളിപ്പോൾ ഒരു ആഹാരം കഴിച്ചിരുന്നാലും 18 മണിക്കൂർ കൊണ്ടാണ് അത് ഏകദേശം എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന ഹൃദയത്തിന്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ നോക്കി വരുമ്പോൾ നമ്മുടെ മെഡിസിൻസ് നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ മെഡിസിനിൽ ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്രമൂറിൽ പറയുന്നത് ഹാർട്ട് എടുക്കുക. നാട്രമൂറിന്റെ ഹാർട്ട് എടുത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കും. ടാക്കികാർഡിയ, സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് ഓഫ് ഹാർട്ട് and chest feel constricted, fluttering palpitation, intermittent pulse, heart's pulsations shake body, intermits lying down. നമ്മൾ ഇതിൽ ഏതിലാ കാണുന്നത്? നാട്രമൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ്. അപ്പൊ ഉപ്പിന് നമ്മുടെ ശരീരവുമായിട്ട് നാട്രം, അതുപോലെ ഉപ്പെന്ന് പറഞ്ഞാൽ സോഡിയം
ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. അതുപോലെ സോഡിയം നാട്രം കാർബ്. ഈ നാട്രം ഐറ്റംസ് എല്ലാം നമുക്ക് നോക്കി തീർന്നാൽ ഹാർട്ടിന്റെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് നമ്മുടെ ആസിഡിറ്റി കുറയ്ക്കാനായിട്ടും, ആസിഡിറ്റി കൂടുമ്പോഴാണ് ഹാർട്ടിനൊക്കെ ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന വസ്തുക്കൾ നമ്മൾ പ്രത്യേകം നാട്രം മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നാട്രം നമ്മുടെ ശരീരത്തിലുള്ള ഹോമിയോസ്റ്റാസിസ്, അതായത് നമ്മുടെ ഇക്വിലിബ്രിയം നിലനിർത്തുന്നതാണ്. നമ്മുടെ ആസിഡ് ബേസ് ബാലൻസ് നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്ന വസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ്, സോഡ ബൈകാർബ്, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ. നമ്മുടെ ഈ അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വളരെയേറെ അതിന് ബോഡിയിൽ ഇത് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിലും വ്യത്യാസം വരും. ഇത്രയൊക്കെ ആയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ബുക്ക് ഏത് ബുക്ക് ഡോക്ടറെ? ഇത് നമ്മുടെ ബോറിക്കല്ല. ബോറിക്ക കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അല്ലേ? ബോറിക്കാണ്. അല്ല, ബോറിക്ക ഇത് ഇത്തിരി വീതി കൂടുതൽ പോലെ തോന്നുന്നു, അതാ ഞാൻ ചോദിച്ചത്. അത് വീതി കൂട്ടിയിട്ടിരിക്കുന്നതാണ്. കുറച്ചുകൂടെ വേണമെങ്കിൽ വീതി കൂട്ടുന്നത് കുറെ കൂടെ കൂട്ടാം. അത് ശരി, അത് ഇതിപ്പോ ശരി. വീതി കുറയ്ക്കാം. അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ വലിയ ബുക്കിന്റെ ഏതെങ്കിലും പേജാണോ എന്ന് വിചാരിച്ചു. അപ്പോഴേ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി Okay. മാഹികളുടെ ക്ലാസ് ഒന്നാണ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. എല്ലാവർക്കും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് സമയം ഈ സ്ക്രീനിന് വേണ്ടി പോയെങ്കിലും കുറച്ച് കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത്. ഒന്ന് ഇട്ട് നോക്കിയതാണ്, ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയാണ്. നോക്കിയതാണ്. എടുക്കാൻ കുഴപ്പമില്ല, നമുക്ക് അതുകൊണ്ട് കുറച്ച് ഹാർട്ടിന്റെ പ്രവർത്തനമൊക്കെ കാണാൻ പറ്റി. നേരത്തെയൊക്കെ കണ്ടിരുന്നതും കേട്ടിരുന്നതും ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റി. കാഴ്ചയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കണ്ട AV നോടൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ECG ഒക്കെ പോകുന്നതെന്നുള്ളതൊന്ന് കണ്ട്, വേവ്സ് ഒക്കെ കണ്ട് അത് മനസ്സിനകത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരുത്തന്റെ ഹാർട്ട് നമ്മൾ എടുത്ത് നോക്കി തരുമ്പോൾ നമുക്ക് അറിയാം ഇതെങ്ങനെയാണ് പോകുന്നത്. വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ വേണ്ടി വരും. ഹരിഹരൻ സാറ് ഹരിഹരൻ സാറ്, ഇസ്മായിൽ സേഠ് സാറ് ഒക്കെ ഉണ്ട്. സാറേ നമസ്കാരം. സാറിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഹരിഹരൻ സാറിനെ വിളിക്കാം സാറേ. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാറിനെ കോഹോസ്റ്റ് ആക്കാം, സേഠ് സാറിനെ. അപ്പോഴത്തേക്ക് ഹരിഹരൻ സാർ സംസാരിക്കും. ഡോക്ടർ, എനിക്ക് അറിയേണ്ടതേ, ഹാർട്ട് പേഷ്യൻസിനെ ചികിത്സിച്ചിട്ട് അതിന്റെ ഔട്ട്കം എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഓക്കെയാണ്. ഞാൻ വളരെ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ്. ഹാർട്ട് ചികിത്സിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടേ ഇല്ല ഇതുവരെയായിട്ടും. ഒരെണ്ണം മാത്രം പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാത്രം ഒരെണ്ണത്തിനെ ഞാൻ ഓട്ടിച്ചു വിട്ടു. അത് കാരണം എന്ന് വെച്ചാൽ എന്തോ എയർപോർട്ടിൽ നിന്ന് എങ്ങാണ്ട് വന്നിട്ട് ഒരു അറ്റാക്ക് വന്ന കേസാണ്. അത് മാത്രമേ ഞാൻ ഓട്ടിച്ചു വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല. ഹാർട്ടിന് നമുക്ക് ഇതുപോലും റിതം പോലും വ്യത്യാസം വരുന്നുണ്ട്. ഹാർട്ട് ഇതൊക്കെ പ്രോബ്ലം ആയിരിക്കുന്നതൊക്കെ നമ്മുടെ മരുന്നുകൊണ്ട് വളരെ സുഖപ്പെടുന്നു. ഈ കാൽക്കേരിയ ആഴ്സ് ആ, ഡോക്ടർ സാധാരണ ഉപയോഗിക്കാറുള്ള മരുന്നാണ്? അല്ലല്ല. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകള് ഫൈജീലിയ, കാക്ടസ്, കാർബോവേജ്, ചൈന, ജെൽസീമിയം, കൽക്കേറിയ ഫ്ലൂ. ഇത്രയും മെഡിസിൻസ് ആണ് ഞാൻ നാട്രമൂർ ഉപയോഗിക്കും. അല്ല, ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ ആദ്യം അതാണ് കാണിച്ചത്, അതുകൊണ്ട് ഞാൻ ഇല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കാരണം. ഈ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിപ്പിച്ചെന്നുള്ളതാണ്. ഈ കാൽക്കേരിയ ആഴ്സ് ഈ എല്ലാം പൊട്ടൻസി ഡോക്ടറെ ഭയങ്കര ആക്ഷനാണ് ഡോക്ടർ കൊടുക്കുന്നത്. അതായത് ഈ ഒരു അടി പോലും നടക്കാൻ മേലാത്ത പേഷ്യൻസിന് ഞാൻ ഈ കാൽക്കേരിയ ആഴ്സ് കൊടുത്ത് അപ്പം നല്ല സ്പീഡിൽ നടന്നാൽ പോലും അയാൾക്ക് ഇഷ്ടമില്ല. അപ്പൊ കാൽക്കേരിയ ആഴ്സ് ആണ് അത് അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാം പൊട്ടൻസി. പിന്നെ അത് എനിക്ക് പറയാൻ പക്ഷെ അല്ലാത്ത ധാരാളം മെഡിസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ എപ്പോഴെങ്കിലും മെഡിസിൻ ഒന്ന് വിഡ്രോ ചെയ്യുമ്പം പഴയ രീതിയിൽ ഇതുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ കാൽക്കേരിയ ആഴ്സിന് മാത്രം അങ്ങനെയാണ് കാണിക്കുന്നില്ല. നമ്മളിപ്പോ നേരത്തെ 3 നേരം കൊടുത്തോണ്ടിരുന്നു,
അത് കഴിഞ്ഞ് 2 നേരമാക്കുന്നു, പിന്നെ 1 നേരമാക്കുന്നു. പിന്നെ അടുത്ത മെഡിസിൻ എനിക്ക് ക്യൂറേറ്റീവ് ഇഫക്റ്റ് കിട്ടിയിരിക്കുന്നത് നാജ. അതായത് നാജയുടെ ഒരു വലിയ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അതായത് അതായത് ഇപ്പം ചില ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിന്റെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് ഇങ്ങനെ കുടം പോലെ വീർത്ത് വരും. കുടം പോലെ ഇങ്ങനെ വീർത്ത് വന്ന് വരുന്ന ചില കേസുകളുണ്ട്. ആ സൈസ് കേസുകൾക്ക് നമ്മൾ ഈ നാജ കൊടുത്തു കഴിഞ്ഞാൽ അത് 100% ചുരുങ്ങുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ കൺസിഡറബിൾ ആയിട്ടുള്ള വ്യത്യാസം വരികയും സിംറ്റം കുറയുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതിന്റെ ആത്യന്തികമായിട്ട് എങ്ങനെ ക്യൂറിങ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സ്റ്റിൽ ആ പേഷ്യന്റ് ഇപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്തെ ഒരു ഫേമസ് ഒരു എഞ്ചിനീയറുടെ ഭാര്യയ്ക്കാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങേരെ എൻ്റെയൊക്കെ തന്നെ ചോദിച്ചു, ഡോക്ടറെ ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഇത് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇത് കൊടുക്കുന്നില്ല ഈ ഇൻഫർമേഷൻ എന്നാണ് അങ്ങേര് തന്നെ എൻ്റെയൊക്കെ ചോദിച്ചു. അപ്പോൾ അത് അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് വിഡ്രോ ചെയ്തിട്ട് പോലും പ്രശ്നങ്ങളില്ല. നാജ ഒരു വണ്ടർഫുൾ മെഡിസിനാണ്. അത് ഡോക്ടർ ബോറിക് എന്ന് വായിച്ചു. ബോറിക്കിൽ നാജയെ കുറിച്ച് പറയും. ഓക്കെ ഹരിഹരൻ സാറേ, അപ്പൊ 2 വ്യത്യസ്തമായ കേസുകളാണ് സാറ് പറഞ്ഞത്. 2 മെഡിസിൻ എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാം. ഇനി നമ്മുടെ ഇസ്മായിൽ സേട്ട് സാറ് സമയം വൈകി എങ്കിൽ പോലും ഇസ്മായിൽ സേട്ട് സാറ് ഉണ്ട്. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്ത് റെഡി ആയിട്ടിരിക്കും. ആയാലും കളിയോണിസ്റ്റ് ഹെർബർട്ടിന് വണക്കം. നിങ്ങളെ ക്ലാസ് വളരെ നന്നായിരുന്നു, ഞാൻ ആസ്വദിക്കുകയായിരുന്നു. നിങ്ങൾ എത്രത്തോളം വലുതായെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു. ഓക്കെ. പിന്നെ നമുക്ക് ഒരുപാട് മരുന്നുണ്ട്. ഞാൻ ചികിത്സ പഠിച്ചതെന്ന് രോഗിയെ ചികിത്സിച്ചാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പാസ്സായി വന്നപ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ അമ്മയുടെ ചികിത്സയാണ് ആദ്യം. അപ്പൊ അമ്മ പ്രത്യേകം പറഞ്ഞു, നിന്നെ പഠിപ്പിച്ചത് എന്നെ നോക്കാൻ വേണ്ടിയാണ്, നീ എന്നെ നോക്കിക്കോണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ട്സും അന്ന് ഞാനും കൂടെ എനിക്ക് പതറിപ്പോയി. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം വന്നപ്പോൾ ഞാനൊന്ന് മൗനസമ്മതം കൊടുക്കുകയായിരുന്നു. പിന്നീട് അത് മാറി. അമ്മയെ ഞാൻ ചികിത്സിച്ചു. അമ്മ പരിപൂർണമായിട്ട് മാറി. ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറ്റാക്ക് കൂടെ ഉണ്ടായി. അതും ഹോമിയോപ്പതി കൊണ്ട് മാറി. പിന്നെ അടുത്ത കാലത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാനും ഇല്ല അവിടെ, എൻ്റെ വൈഫായിരുന്നു ഉണ്ടായിരുന്നത്. വൈഫ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തു, മാറി എന്നാ പറഞ്ഞത്. കാരണം ഒരു കാർഡിയക് കഫ് വന്നിട്ട് നിലക്കാതെ വന്നിട്ട് പുള്ളി വിയർത്ത് ഒലിക്കുകയായിരുന്നു. അങ്ങനെ ആ പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുത്താണ് പുള്ളി പറഞ്ഞത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് അതിൻ്റെ വസ്തുത മനസ്സിലായിട്ടില്ല. ഞാൻ എന്നിട്ട് വേണ്ടത് അമ്മയ്ക്ക് എന്തോ അസുഖം വന്നിട്ട് ഞാൻ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ഞാൻ ആലപ്പുഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലേ, കോഴിക്കോട് എത്തിയിട്ടില്ല. ആലപ്പുഴ എത്തിയിട്ടില്ല, സോറി, ആലപ്പുഴ എത്തിയിട്ടില്ല. ഞാൻ കൊല്ലം കഴിഞ്ഞ് കായംകുളം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ആലപ്പുഴയിലാണ്. അങ്ങനെ ഞാൻ കൊടുത്തത് മാറി. അത് നാജാണ് ഞാൻ കൊടുത്തത്. കാർഡിയാക് കഫ് ഇങ്ങനെ വന്നിട്ട് പുള്ളി ടയർഡായിട്ട് പുള്ളി വിയർത്ത് മരിക്കുക. ആ കഫ് മാറിയത് എൻ്റെ വൈഫ് ചികിത്സിച്ചിട്ടാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പുള്ളി പറയണത് എനിക്കറിയില്ല. ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോഴും മദറിൻ്റെ ഓർമ്മ തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. ദൈവമേ ഒന്ന് കുഴപ്പമുണ്ടാവില്ലേ, ഉണ്ടാവില്ലേ, പിടിച്ചോണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം പുള്ളിക്ക് എങ്ങനെ തോന്നിയതും പുള്ളി കൊടുത്തതും. ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പുള്ളി മരുന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലേ. അങ്ങനെ മദറിന്റെ 3 അറ്റാക്കും സ്വസ്ഥമായിട്ട് മാറി. മദർ മരിക്കുമ്പോൾ 94 വയസ്സാണ്. അന്ന് ഒരു അസുഖവും ഇല്ല, ഒരസുഖം മദറിന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഫാദറിന് പിന്നെ ഫാൾസിഫോറം മലേറിയ, ഹാർട്ടൊന്നും വന്നില്ല. ഫാൾസിഫോറം മലേറിയ വന്ന അതും ഹോമിയോപ്പതി കൊണ്ടാണ് കംപ്ലീറ്റ് മാറിയോ. അദ്ദേഹം 96-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്, ഇല്ലേ. അപ്പം അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ വീട്ടിലാണ് എനിക്ക് പഠനം കിട്ടിയതും ധൈര്യം കിട്ടിയതും. എൻ്റെ അമ്മയെ ചികിത്സിച്ചു, എൻ്റെ മദറിനെ ചികിത്സിച്ചു, എൻ്റെ ഫാദറിനെ ചികിത്സിച്ചു. പിന്നെ എൻ്റെ മകള്, ഞാൻ മാരേജ് ചെയ്ത് മൂത്ത മോള് വന്നപ്പോഴേക്കും പക്ഷെ രാത്രി കഴിച്ചപ്പോൾ ഭയങ്കര പനി പോലെ കിടക്കുന്നത്.
പനി, ശക്തിയായ പനി. കൈ പിടിച്ചപ്പോൾ കൈ പൊങ്ങി താഴെ വീണു. പോളിയോയുടെ ആരംഭമായിരുന്നു. അന്ന് ഞാൻ പുള്ളിക്ക് കൊടുത്ത റെസ്ട്രോക്സിറ്റ് എണ്ണമാണ് രാവിലെ ഏറ്റവും എൻ്റെ മൂത്ത മോള് രക്ഷപ്പെട്ടു. ശരിയല്ലേ? അപ്പൊ അങ്ങനെ അതിശയകരമായ പല അനുഭവങ്ങൾ എൻ്റെ ഉണ്ടായത് വേണമെങ്കിൽ കൂടുതൽ പഠിക്കാൻ എനിക്ക് ആവേശം കിട്ടുന്നത് ഞാൻ പഠിച്ചതൊക്കെ. ഹോമിയോപ്പതിയിൽ ഹാർട്ടിന് ഒരുപാട് മരുന്നുണ്ട്, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് പേര് ഇനിയും രക്ഷപ്പെടുത്താൻ പറ്റും. ഇതിന് ഹിൽബർട്ടിന്റെ ഹെർബർട്ട് അല്ലേ, ഹിൽബർട്ടോ അദ്ദേഹത്തിന്റെ ഹ്യൂബർട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇനിയും കൂടുതൽ പഠിക്കണം, പഠിച്ചിട്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാക്ടോഡക്ടസ് മരുന്ന് എന്ന് പറയുന്നത് ലാക്ടോഡക്ടസ് മെക്ടൻസ് എന്ന് മരുന്ന് കാർഡിയാക് പെയിനിന് അക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മരുന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒരു ഓർമ്മപ്പെടുത്തൽ മാറ്റം പറഞ്ഞുള്ളൂ. നാജായി അതെ, നാജായ്ക്ക് അക്യൂട്ട് ഫോമിൽ വന്നിട്ട് ഒരു കഫ് കൂടെ ഉണ്ടാവും, ഒരു ടിക്ലിംഗ് കഫ് ഉണ്ടാവും, ടയർഡാവും. ഈ രണ്ട് സിംറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മളെ കട്രാക്കസും അഡോനിസ് വെർണാലിസും ഒക്കെ ഇതിനകത്ത് വരുന്ന മരുന്നുകളാണ് എല്ലാം. കാരിയമൂർ, ബെറേറ്റാമ്യൂർ, BP കുറയാത്ത ഒരാളുകൾക്ക് ബെറേറ്റാമ്യൂർ 3x കൊടുക്കുകയാണെങ്കിൽ BP കുറയും, യാതൊരു തർക്കവും വേണ്ട അതിനകത്ത്. BP കുറയാൻ വേണ്ടിയുള്ള പിന്നെ ലാക്കസ് കൊടുത്താലും BP കുറയാനുണ്ട് 200. ഞാൻ ലാക്കസ് BP കൊടുത്ത് മാറ്റിയിട്ടുണ്ട്, ലാക്കസ് കൊടുത്തിട്ട് BP ഹൈ BP അവിടെ അതെ. ഒരാൾക്ക് നോക്കിയിട്ട് അന്ന് 270 140 ഒരാൾ BP. അയാളെ ഞാൻ അവിടെ നിർത്തി, എൻ്റെ ഹോസ്പിറ്റലിൽ നിർത്തി മരുന്ന് കൊടുത്തു, ഇതുവാക്കിയിട്ടാണ് പറഞ്ഞു വിട്ടത്. അപ്പം അതുപോലെയുള്ള മാരകമായ രോഗങ്ങളും അതേയും വളരെ സുത്യാർഹമായ അനുഭവങ്ങൾ സ്വന്തം ലഭിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഹോമിയോപ്പതിക്കാരനായത്. ഇതാണ് സത്യം. നിങ്ങൾക്ക് വല്ല ആ അനുഭവം ഉണ്ടാവട്ടെ എന്നും കൂടുതൽ പഠിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തർക്കും പഠിക്കാനുള്ള വേഗതകളുണ്ട്. ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെയധികം നന്നായി ഇഷ്ടപ്പെട്ടു. ഹാർട്ട് കേസത്ത് നമ്മുടെ ഇടയിൽ ഒരുപാട് കാർഡിയോളജിസ്റ്റുകളുണ്ട്, പക്ഷെ അവരാരും പുറത്ത് പറയാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആരെയും ചടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ചികിത്സിക്കുക, വലിയൊളിച്ച് മുന്നോട്ട് പോവുക. സത്യമായിട്ട് നമുക്ക് എൻ്റെ ഫലം കൊണ്ട് കിട്ടും. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ. സന്തോഷം സാറേ. സാർ എന്തായാലും തിരക്കിനിടയിൽ നമ്മളോടൊപ്പം പങ്കുചേരുകയും 2 വാക്ക് സംസാരിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം, നന്ദി. അപ്പൊ നമ്മുടെ സമയം 5 മിനിറ്റ് വൈകിയിരിക്കുകയാണ്. മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഹ്യൂബർട്ട് ഡോക്ടർ കാർഡിയോളജിസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. ധാരാളം കേസുകൾ സുഖപ്പെടുത്തുന്നത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഡോക്ടർക്ക് ഇനിയും ഒരുപാട് കേസുകൾ സുഖപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് എത്രയും വേഗത്തിൽ വരിക. എന്തായാലും നമ്മുടെ ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഡോക്ടർക്ക് നന്ദി, നമസ്കാരം. അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭരാത്രി നേരുന്നു.